എപ്പിസോഡ് 16 സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം കാണിക്കുന്നത് ജനങ്ങൾ അവളെ കൊല്ലൂ എന്നൊക്കെ പറയുന്നതാണ്. റുയായോ ഹീറോയുടെ അച്ഛനോട് പറയും, അവൻ്റെ കാമുകി പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല, അവൾ കൊല്ലില്ല, അത് വിചിത്രമാണ്, നിങ്ങൾ കരുതുന്നില്ലേ അവൾ അത് ചെയ്തെങ്കിൽ എങ്ങനെ തളർന്നു പോവും? ബായ് അവിടേക്ക് വരും, അവൻ്റെ കാമുകി മിസ്സിംഗ് ആണ് എന്ന് പറയും. റുയായ പറയും അച്ഛനോട് അവൻ്റെ കാമുകിയെ കാണാനില്ല. ജിങ്സിൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറയും, ഞങ്ങളെ സഹായിക്കൂ, കുട്ടിക്കാലം മുതലേ അവൾ അനുസരണയുള്ളവളായിരുന്നു, എന്നാൽ അവൾക്ക് ഇന്നൊരു ക്രൂരമായ മരണം സംഭവിച്ചു, ഞങ്ങളെ സഹായിക്കൂ, എന്തുകൊണ്ടാണ് അവൾ ഒരു കാരണവുമില്ലാതെ മരിച്ചത്? സാഞ്ചി പറയും, എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ അവളുടെ റൂമിൽ കയറിയ ഉടനെ ഞാൻ മയങ്ങിപ്പോയി, ഞാൻ ഉണർന്നപ്പോൾ അവൾ മരിച്ചിരുന്നു. ജിങ്സിൻ്റെ അമ്മ പറയും, സാഞ്ചി കുറ്റക്കാരിയാണ്, അന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ അവളൊരു പാവമാണെന്ന് ഞാൻ കരുതി, ഞങ്ങൾ അവളെ അകത്തോട്ട് കൊണ്ടുപോയി, അവൾ ജിങ്സിനായി വേഷം മാറി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു. ജിങ്സിനുമായി തർക്കിക്കുന്നതിനിടയിൽ സാഞ്ചി അവളെ കൊന്നു. ജനങ്ങൾ പറയും, അവൾ ആർട്ടിൻ വേഷം ധരിച്ച ചെന്നായയാണ്, പതിവായി നുണ പറയുന്നു, അവളാണ് കൊലപാതകി, നമ്മൾ വ്യക്തമായി അന്വേഷിക്കണം. ഭായി പറയും, നിർത്തൂ, അത് സത്യമല്ല. ഭായിയുടെ അച്ഛൻ പറയും, നീ അത് പറയണ്ട. അപ്പോൾ ഭായി പറയും, സാഞ്ചിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ സാഞ്ചിയെ അനുയായികൾ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. അച്ഛൻ തടയും. ലിജ ഓടി വരും, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ്. സാഞ്ചി ലിജയോട് ചോദിക്കും, ഹീറോ എവിടെ? ലിജ പറയും, ഞാൻ രാത്രി മുഴുവൻ അന്വേഷിച്ചു, പക്ഷേ ഹീറോയെ കണ്ടില്ല. പിന്നെ കാണിക്കുന്നത് ഹീറോ ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് മയങ്ങിയിട്ട്. പിന്നീട് അവൻ കണ്ണു തുറക്കും, പക്ഷേ അവൻ എണീക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനത് കഴിയില്ല. അവൻ്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടുണ്ടാവും. അവിടെ അവൻ്റെ കാമുകി ഉണ്ടാവും. അവൻ അവളോട്, നീ എന്താ ഇവിടെ, നീ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. അവൾ പറയും, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കില്ല അല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കില്ല അല്ലേ, ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല, നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ വീണ്ടും ചോദിക്കും. അവൾ അവനെ മയക്കും. നിങ്ങൾ ഉടനെ അറിയും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്ന് കാമുകി പറയും. പിന്നെ കാണിക്കുന്നത് കോടതിയാണ്. ബായുടെ അച്ഛൻ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കൊലയാളി നിങ്ങളുടെ മരുമകളാണ്, ഞാൻ വിധി പറഞ്ഞോളാം എന്ന് പറയും. അച്ഛൻ സമ്മതിക്കില്ല, ഇത് തെക്കൻ നഗരത്തിൻ്റെ അധികാരത്തിൽ വരുന്നതാണ്. ബായുടെ അച്ഛൻ പറയും, ഞാൻ നിന്നെ ഇംപീച്ച് ചെയ്യണോ? ഞാൻ കർത്താവിനോട് എല്ലാം പറയും, മുമ്പ് നീ അഹങ്കാരിയായിരുന്നു എന്നൊക്കെ പറയും. നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അച്ഛൻ എണീറ്റ് പോവും. ടിയാൻ സാഞ്ചി, നിങ്ങൾ വഞ്ചിച്ചു, കൂടാതെ വേഷം മാറി അവരുടെ കുടുംബത്തിലേക്ക് പോയി. നിങ്ങൾ ജിങ്സിനെ കൊന്നു, കൂടാതെ ഹൃദയം തിന്ന നാനിയായി എല്ലാവരുടെയും ഹൃദയം എടുത്തു. ഇത് രണ്ടാമത്തെ കുറ്റകൃത്യമാണ്, ഇത് പൊറുക്കാനാവാത്തതാണ്. അതിനാൽ ഞാൻ വിധി എഴുതുന്നു, സാഞ്ചിയെ തീ കൊളുത്തി വധിക്കണം. ഭായി അച്ഛനോട് പറയും, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? അച്ഛൻ അവളെ അയക്കൂ എന്ന് പറയും. അനുയായികൾ അവളെ പിടിച്ചു കൊണ്ടുപോകും. റുയായോ ഭായിയോട് ചോദിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഭായി പറയും, നമുക്കവരെ പിന്തുടരാം, ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് അവളെ രക്ഷിക്കാം. പിന്നെ കാണിക്കുന്നത് അവിടെ ഒരു മരത്തിൽ നമ്മുടെ സാഞ്ചിയെ ഉയർത്തി കെട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ നേരെ താഴെ വൈക്കോലുണ്ടാവും അവളെ തീ കൊളുത്താൻ വേണ്ടിയിട്ട്. സാഞ്ചി മനസ്സിൽ കരുതും, എന്തോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു, ഈ കേസിൻ്റെ സൂചനകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അത് വ്യക്തമാണ്, ഷാവോമിങ് അല്ല കൊലപാതകി, ആളുകൾ അവളെ ചുട്ടുകൊല്ലു എന്നിങ്ങനെ പറയും. അപ്പോൾ ഭായിയുടെ അച്ഛൻ തീ കൊളുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡർ കൊടുക്കും. അപ്പോൾ സാഞ്ചി മനസ്സിൽ കരുതും, കൊലയാളി എൻ്റെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിച്ചു, പക്ഷേ എന്തിനാണ് അവൾ ചെയ്തത്? അപ്പോൾ തീ കൊണ്ട് അയാളിങ്ങനെ കടന്നു വരും. അവൾ ഉറക്കെ പറയും, റുയായോ ഹീറോ അപകടത്തിലാണ്, അവനെ രക്ഷിക്കൂ. അവിടേക്ക് ഒരാൾ വന്ന് പറയും, ഒരാളിങ്ങനെ പറന്നു വന്നിട്ട് പറയും, നിർത്തൂ എന്ന് പറഞ്ഞിട്ട് വരും. അത് നമ്മളെ യുവപ്രഭു ആയിരിക്കും. നീ ആരാണ് എന്ന് ഭായിയുടെ അച്ഛൻ പറയും. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് തടയാൻ? അവൻ നഗരത്തിലെ യുവപ്രഭുവാണ് എന്ന് പറയും. റുയായോ സന്തോഷിക്കും, സഹോദരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭായി ഞെട്ടും, സഹോദരനോ? നീ വളരെ വൈകിപ്പോയി എന്നവൾ പറയും. റുയായോ അവൻ ചോദിക്കും, ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഭായിയുടെ അച്ഛൻ പറയും, ഇവൾ ഹൃദയം തിന്നുന്ന നാനിയായി വേഷം മാറി നിരവധി ആളുകളെ കൊന്നു, തെക്കൻ നഗരത്തിൽ അനേകം ആളുകളെ കൊന്നു. റുയായ പറയും, നീ തെളിവില്ലാതെയാണ് ശിക്ഷിക്കാൻ പോയത്. അപ്പോൾ സാഞ്ചി പറയും, യുവപ്രഭു, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്ക് ഹാളിലേക്ക് പോകണം എന്ന് പറയും ഡോക്ടറുടെ.
അപ്പോൾ റിയായെ പറയും വിഡ്ഢിത്തരം പറയരുത്, ആദ്യം സ്വയം രക്ഷിക്കൂ എന്ന് പറയും. അപ്പോൾ അവൾ പറയും എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല, ഹീറോ അപകടത്തിലാണ്, എന്നെ ഇവിടെ നിന്നും ഇറക്കൂ. അപ്പോൾ ഭായി പറയും യുവകർത്താവെ അവളെ വിശ്വസിക്കൂ. അപ്പോൾ റിയായ പറയും എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യം ചെയ്യാം, അവൾ നിരപരാധിയാണ്. ഈ കേസ് ശരിക്കും അന്വേഷിച്ചിട്ട് നമുക്ക് നിഗമനത്തിലെത്താം എന്ന് പറഞ്ഞ് ഡോക്ടറുടെ ഹാളിലേക്ക് അവർ പോവും. ഇവിടെ ആരുമില്ലല്ലോ, നമുക്ക് തിരയാം എന്ന് പറഞ്ഞ് അവരൊക്കെ തിരയാൻ തുടങ്ങും. അപ്പോൾ സാഞ്ചിയും റിയായയും കാമുകിയുടെ റൂം ഇങ്ങനെ തിരയും. അപ്പോൾ സാഞ്ചിക്ക് ഒരു പെട്ടി കിട്ടും, അതിലെന്തെങ്കിലുമൊക്കെ ഒരു കീ ഉണ്ടാവും എന്ന് സാഞ്ചി പറയും. എന്നിട്ട് റിയായക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ റിയായ ദേഷ്യപ്പെട്ട് ആ പെട്ടി താഴേക്കിടും. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഇതാണോ പണി എന്നൊക്കെ ചോദിക്കും. അവിടെ അതിലൊരു പുസ്തകം അവർക്ക് വീണ് കിട്ടും. ആ പുസ്തകം അവർ മറിച്ച് നോക്കുമ്പോൾ ഹൃദയം മാറ്റുന്ന ഓപ്പറേഷനെ കുറിച്ചായിരിക്കും അതിലുണ്ടാവാം. അപ്പോൾ ശരിയാണ്, തെക്കൻ നഗരത്തിലെ ആളുകളുടെ ഹൃദയം എടുത്തത് ഇങ്ങനെ മാറ്റാനായിരിക്കും. ഇവിടെ ഒരു രഹസ്യമുറി ഉണ്ടാവണം ഇതൊക്കെ ചെയ്യാൻ, നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം എന്ന് സാഞ്ചി പറയും. പിന്നെ കാണിക്കുന്നത് ഹീറോയെ കിടത്തിയ രഹസ്യമുറിയാണ്. അവൾ ചോദിക്കും ഹീറോയോട് നിങ്ങൾ റെഡിയാണോ. അപ്പോൾ അവിടേക്ക് ആ ഡോക്ടർ ഇങ്ങനെ കടന്നു വരും. അവൾ ഇത് വേഗത്തിലാക്കുക എന്ന് ഡോക്ടറോട് പറയും. ഡോക്ടർ ഒരു അടി കൊടുത്തിട്ട് അവളെ പുറകിൽ നിന്ന് ഇങ്ങനെ തോളിലടിക്കും. അപ്പോൾ അവൾ താഴോട്ട് വീഴും ബോധമില്ലാതെ. ഈ പൾസാവസ്ഥ ലോകത്ത് അപൂർവമാണ്, ഇവൻ്റെ ഹൃദയം അവൻ്റെ കാമുകിയുടെ ഹൃദയത്തേക്കാൾ മികച്ചതാണ് എന്ന് ഡോക്ടർ ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ്റെ നെറ്റിയിൽ അവൾ വെച്ച ആണി ഡോക്ടർ ഊരും. അവൻ കണ്ണുകൾ തുറക്കും. അവൻ എന്നെ വിട്ടയക്കൂ എന്ന് പറയും. പിന്നീട് ആ ഹാളാണ് കാണിക്കുന്നത്. അവർ എല്ലാവരും അവിടെ എല്ലാം തിരയും, പക്ഷേ രഹസ്യറ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ സാഞ്ചി ഓർക്കും ആ മരുന്നുകൾ പായയിൽ വെച്ച ആ സ്ഥലം. എന്നിട്ട് അവൾ അങ്ങോട്ട് പോവും. ഇവിടെ ഒരു രഹസ്യ അറ ഉണ്ടായിരിക്കണം. ഇവിടെയുള്ള മരുന്നുകൾക്ക് ശരിക്കും വായുസഞ്ചാരം നല്ലതല്ല, അതും വൈക്കോൽ പായൽ. തണലിൽ ഒരിക്കലും ഔഷധങ്ങൾ ഇടുകയുമില്ല. ഭൂമിയിൽ വിചിത്രമായ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കണം എന്നും അവൾ പറഞ്ഞ് ഈ ഹാളുടെ രഹസ്യമുറി ഇവിടെ ഉണ്ടാവും എന്ന് സാഞ്ചി പറയും. അങ്ങനെ അവർ അത് നീക്കം ചെയ്ത് നോക്കും. അവിടെ ഒരു കട്ടിയുള്ള കോൺക്രീറ്റ് ഭാഗം ഉണ്ടാവും. സാഞ്ചി അതിൽ മുട്ടി ചെവി വെച്ച് നോക്കും. ഇതേ സമയം ഡോക്ടർ ഹീറോയുടെ ഡ്രസ്സ് നീക്കി ഓപ്പറേഷത്തിന് ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തും. ഹീറോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറയും. അവന് മുട്ടുന്ന സൗണ്ട് അപ്പോൾ അങ്ങോട്ട് കേൾക്കും. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അവന് പറയും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളെ ആരോ രക്ഷിക്കാൻ വന്നിട്ടുണ്ട്, അവർക്ക് അകത്ത് കയറാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ സാഞ്ചി പറയും അത് ഹീറോയാണ്, ഷാവോക്കുവോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ ഒരുപാട് തവണ മുട്ടിയിട്ട് ഇങ്ങനെ കരയും. അപ്പോൾ സാഞ്ചിയെ യുവപ്രഭു തടയും. പിന്നീട് യുവപ്രഭുവിൻ്റെ അംഗരക്ഷക ഒരു വീടിൻ്റെ ഷേപ്പുള്ള ഒരു ശില്പത്തിൻ്റെ അടുത്തെത്തും. എന്നിട്ട് അത് വെറുതെ ഒന്നിങ്ങനെ തിരിച്ചു നോക്കും. അപ്പോൾ ആ കോൺക്രീറ്റ് ഭാഗം തുറക്കും. അത് തുറക്കുമ്പോൾ അതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും താഴേക്ക്. അങ്ങനെ അവർ എല്ലാവരും ആ രഹസ്യ അറയുടെ ഉള്ളിലേക്ക് പോകും. ഇതേ സമയം ഹീറോയെ അയാൾ സജ്ജമാക്കും ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോ ചോദിക്കും നിങ്ങളാണോ തെക്കൻ നഗരത്തിലെ ആളുകളുടെ ഹൃദയം എടുത്തത്. ഡോക്ടർ പറയും അതെ. ഹീറോ ചോദിക്കും എന്തിന്. തികഞ്ഞൊരു ഹൃദയം കിട്ടാൻ എന്ന് ഡോക്ടർ പറയും. എന്നിട്ട് അവൻ്റെ വായിൽ ഒരു ശീലകഷ്ണം തിരിയും. അപ്പോൾ അയാളുടെ മകൾ അച്ഛ എന്ന് വിളിക്കും. നീ കുറച്ച് നേരം കൂടി ഉറങ്ങൂ, ഇപ്പോൾ നിനക്ക് വേഗം സുഖം പ്രാപിക്കാം എന്ന് ഡോക്ടർ മകളോട് പറയും. മകൾ പറയും നിങ്ങൾ ഇനിയും ഇങ്ങനെ വേദനാജനകമായ കാര്യം ചെയ്യരുത്, ഇത് ഞാൻ ചെയ്യും, എന്നേക്കാൾ മുന്നേ നീ മരിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ മകളോട് പറയും. അപ്പോൾ മകൾ പറയും ഹൃദയം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് കൂടുതൽ കഷ്ടപ്പെടാൻ ആഗ്രഹമില്ല, ഞാൻ മരിക്കട്ടെ സമാധാനത്തോടെ, മറ്റുള്ളവരെ കൊല്ലുന്നത് നിർത്തുക. നിങ്ങളൊരു പ്രശസ്ത ഡോക്ടറായിരുന്നു, ലോകത്തെ സഹായിച്ചവൻ, എന്നാൽ നിങ്ങളിപ്പോൾ ഒരു കൊലപാതകയാവുകയാണോ. വാതിൽ തുറക്കുന്ന സൗണ്ട് അവർ കേൾക്കും. അപ്പോൾ അവൻ്റെ കാമുകി അവിടെ തൂണിലിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. സൗണ്ട് കേട്ടില്ലേ, അവർ ഉടനെ വരും, ഇവിടെ തകർക്കും, നിങ്ങൾ പിടിക്കപ്പെടും, എൻ്റെ സഹായമില്ലാതെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് അവൻ്റെ കാമുകി പറയും. നിനക്ക് ഞാൻ എൻ്റെ ഹൃദയം തരാം എന്ന് കാമുകി ഡോക്ടറുടെ മകളോട് പറയും. എനിക്ക് ഹൃദയം തന്നാൽ നീ മരിക്കില്ലേ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. അവൾ പറയും എനിക്ക് ഹീറോയുടെ ഹൃദയം മതി, പക്ഷേ അത് നിങ്ങളുടെ അച്ഛനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കാമുകി പറയും. ഡോക്ടർ പറയും കടന്നു വരുന്നവരെ കൊല്ലണം. അങ്ങനെ അവർ എല്ലാവരും അവിടെ എത്തും. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വരും. നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് അവന് വായിൽ ശീലം എടുക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും. ഡോക്ടർ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹീറോ പറയും. സാഞ്ചി ചോദിക്കും നീ സത്യം പറ, നീ ഒരുപാട് പേരെ കൊന്നു, ഈ കസാലയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ മകളാണോ, നിൻ്റെ മരുമകനെ നീ കൊന്നില്ലേ എന്ന് ചോദിക്കും. മകൾ എന്നിട്ട് ചോദിക്കും സാഞ്ചിയോട് അത് സത്യമാണോ. അച്ഛാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അവൻ രക്ഷപ്പെട്ടു എന്നല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ സാഞ്ചി പറയും ഞാൻ ആദ്യമായി നിങ്ങളുടെ ഹാളിൽ വന്നപ്പോൾ ഒരു വിചിത്രമായ മണത്തു.
മരുന്ന് വാങ്ങിച്ച ബില്ലിലുമുണ്ടായിരുന്നു ഈ മരുന്ന്. ഇത് ഹൃദയരോഗത്തിനുള്ള മരുന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിന് എന്തോ കുഴപ്പമുണ്ട്, ശ്വാസകോശത്തിനല്ല, ശരിയാണോ എന്ന് ഡോക്ടറുടെ മകളോട് സാഞ്ചി ചോദിക്കും. അവൾ പറയും, അതെ, കുട്ടിക്കാലം മുതലേ എനിക്ക് പ്രശ്നമുണ്ട് ഹാർട്ടിന്. അച്ഛൻ എന്നെ ചികിത്സിക്കുന്നുണ്ട് എന്നവൾ പറയും. അങ്ങനെ റിസ്ക് എടുത്ത് നിങ്ങളുടെ അച്ഛൻ ഹൃദയം മാറ്റുന്നു. മാറ്റിയ അടയാളം നിങ്ങളുടെ ഹാർട്ടിലുണ്ട് എന്ന് സാഞ്ചി പറയും. നിരപരാധികളായ മനുഷ്യർ, നിങ്ങളുടെ ഭർത്താവ്, എല്ലാവരും കൊല്ലപ്പെട്ടു. അച്ഛാ, നിങ്ങൾ അവനെ ശരിക്കും കൊന്നോ എന്ന് മകൾ ചോദിക്കും. അച്ഛൻ, അത് ശരിയാണ്. ഞാൻ നഗരത്തിലുള്ള ആളുകളെയും നിന്റെ ഭർത്താവിനെയും കൊന്നു എന്ന് ഡോക്ടർ പറയും. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. വരനും വധുവിനെയും റൂമിലേക്ക് അയക്കും. അങ്ങനെ വരനും വധുവും റൂമിലെത്തി ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ രണ്ടാളും മയങ്ങി വീഴും. അങ്ങനെ അവരെ രണ്ടുപേരെയും ഈ രഹസ്യമുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് ഡോക്ടർ മരുമകൻ്റെ ഡ്രസ്സ് കഴിക്കും. ഷാവോമിങ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഡോക്ടറോട് ചോദിക്കും. അവനെ മയക്കും, അങ്ങനെ അവനെ കൊല്ലും. നിനക്കെങ്ങനെ മനസ്സിലായി അവനിലേക്ക് ഞാൻ കുറ്റം ചാർത്തിയത് എന്ന് ഡോക്ടർ സാഞ്ചിയോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, അന്ന് ഞങ്ങൾ തെളിവിന് പോയപ്പോൾ അവിടെ അവൻ്റെ റെസീറ്റ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ എഴുത്ത് കടലാസിൽ പകർന്നിരുന്നില്ല. അതിനർത്ഥം അവൻ ദുർബലനാണ്, ആയോധനകലയിൽ ദരിദ്രനും. അങ്ങനെ കാമുകി ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ജിങ്സിനെ കൊല്ലുമെന്ന് പറഞ്ഞ കടലാസിലുള്ള എഴുത്ത് നല്ലോണം അപ്പുറത്തേക്ക് പകർന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഓരോ വാക്കും ശക്തിയുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷാവോമിങ് അല്ല കൊന്നത്. റുയായ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഷാവോകുവയെ ലക്ഷ്യമാക്കിയത്? അപ്പോൾ സാഞ്ചി പറയും, നിങ്ങൾ ആസൂത്രണം ചെയ്തു ശരിയായ ഹൃദയം മാറ്റിവെക്കാൻ. അന്ന് ഷാവോകുവയുടെ അവളുമായി അടി കൂടിയപ്പോൾ അവൻ്റെ ഹാർട്ട് മാറ്റാൻ നല്ലതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. സാഞ്ചി പറയും, അന്ന് കാമുകി ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ഒരു പുക ജിങ്സിൻ്റെ മുറിയിലേക്ക് ആക്കിയിരുന്നു. ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ മുന്നിലൂടെ ഓടി. ആ പുകയുടെ മണം മണത്ത് ജിങ്സിൻ മയങ്ങി വീണപ്പോൾ ഗ്ലാസ് നിലത്തോട്ട് വീണു. ആ സൗണ്ട് കേട്ട് ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ ഞാൻ മയങ്ങി വീണു. കാമുകി മൂക്ക് മറച്ച് ജിങ്സിനെ കൊന്നു. ഷാവോകുവയുടെ ഹൃദയം മാറ്റാൻ സമയം വേണ്ടിയിരുന്നു. എൻ്റെ മേൽ കുറ്റം ചാർത്തി. പക്ഷേ ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് വരുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഇപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. നീ അവൻ്റെ കാമുകിയല്ലേ? നീ എന്തിനാണ് ഡോക്ടറുമായി ഒത്തുചേർന്നത്? നീ അവനെ എന്തിനാണ് വേദനിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് സാഞ്ചി ചോദിക്കും. അപ്പോൾ കാമുകി പറയും, കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ്റെ ഹൃദയം എൻ്റേതാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് റുയായ ചോദിക്കും. അവൾ പറയും, ഞാൻ എങ്ങനെ ദുഷ്ടയാവും? എനിക്ക് അവൻ്റെ ഹൃദയം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഇതൊരു റൊമാൻറ്റിക് അല്ലേ? നീ എന്തിനാണ് ഇത്ര ദുഷ്ടയാവുന്നത്? നീ അവനെ കൊല്ലുകയല്ലേ എന്ന് ഭായ് ചോദിക്കും. കാമുകി പറയും, ശരിക്കും ഞാൻ കുട്ടിക്കാലത്ത് അവനെ സ്നേഹിച്ചു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവൻ സാഞ്ചിയുമായി പ്രണയത്തിലായി. അപ്പോൾ എൻ്റെ ഹൃദയം വാടിപ്പിച്ചു. തീർച്ചയായും ഞാൻ അവൻ്റെ ഹൃദയം നേടാൻ ആഗ്രഹിക്കുന്നു എന്നവൾ പറയും. സാഞ്ചിയെ ചൂണ്ടിക്കാണിച്ച് അവൻ്റെ കാമുകി പറയും, അവളാണ് എന്നെ അവനിൽ നിന്നും അകറ്റിയത്. പക്ഷേ അവസാനം അവൻ്റെ ഹൃദയം എൻ്റേതായിരിക്കും. നീ തോറ്റു എന്ന് പറയും. സാഞ്ചി പറയും, ഹീറോ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ സ്വത്തല്ല. നീ അവനെ സ്നേഹിക്കുന്നു നല്ലോണം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിനക്ക് ആത്മാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയില്ല. നീ എത്ര ദരിദ്രയാണ് എന്ന് പറയും. നീ എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കരുത്. അവൻ മരിച്ചാലും ജീവിച്ചാലും അവൻ്റെ ഹൃദയം എൻ്റേത് മാത്രമായിരിക്കും എന്ന് കാമുകി പറയും. നീ വിഷമിച്ചോ, നിങ്ങളെ ആരെയും ഞാൻ ജീവനോടെ വിടില്ല എന്നവൾ പറയും. റുയായ പറയും, നിങ്ങൾ പിടികൂടുന്നതാണ് നല്ലത്. ഉദ്യോഗസ്ഥരും ഓഫീസർമാരും പുറത്താണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാമുകി പറയും, ശരിക്കും? അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഓടക്കുഴലൂതും. അപ്പോൾ കുറച്ച് മനുഷ്യർ ഓരോ അറകളിൽ നിന്നും വരും അവരെ ആക്രമിക്കാൻ. അപ്പോൾ ഹീറോ കൈയൊക്കെ ഇറുക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയും. സാഞ്ചി പറയും, ഷാവോകുവോ, നമുക്ക് ഇവിടെ നിന്നും പോകാം. സാഞ്ചി അവനെ കുറേ തവണ വിളിക്കും. ഹീറോ ഓടക്കുഴലിൻ്റെ സൗണ്ട് കേട്ട് സാഞ്ചിയെയും അവരെയും ഉപദ്രവിക്കാൻ ഒരുങ്ങും. അങ്ങനെ സാഞ്ചിയെ ഹീറോ കഴുത്തിന് പിടിക്കും, എന്നിട്ട് കൊല്ലാൻ ശ്രമിക്കും. കാമുകി സാഞ്ചിയോട് പറയും, നീ അവനെ കൊന്നോ, അല്ലെങ്കിൽ നീ അവനാൽ കൊല്ലപ്പെടും. സാഞ്ചി ആ കത്തിയെടുത്ത് അവളെ തന്നെ സ്വയം കൊത്താൻ ഒരുങ്ങും. ഹീറോ അത് തടയും. അപ്പോൾ കാമുകി അത്ഭുതത്തോടു കൂടി അത് നോക്കും. അവൻ അവളെ വിടും. നിനക്ക് സുഖമായോ എന്ന് അവൾ ചോദിക്കും. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ സാഞ്ചിയെ കൊല്ലാൻ ശ്രമിക്കും. അവൻ അവളെ മാറ്റി നിർത്തും. ആ കുത്ത് അവനേൽക്കും. അങ്ങനെ അവൻ വീഴും. ഓടക്കുഴൽ യുവപ്രഭുവിൻ്റെ അനുയായിക വെട്ടും. ആ അംഗരക്ഷകയെ അവൾ ആക്രമിക്കും, ഒരു കഴുത്തിന് എന്തോന്ന് കുത്തിയിട്ട്. എന്നിട്ട് സാഞ്ചിയെ ഹീറോയുടെ അടുത്തേക്ക്
പോകാൻ സമ്മതിക്കാതെ അവളുടെ കഴുത്തിന് കാമുകി വാൾ വെക്കും. ഹീറോ പറയും അവളെ വിട്. കാമുകി പറയും നീ എന്താ എന്നോട് വാഗ്ദാനം പാലിക്കാത്തത്. അവൻ പറയും നീ എൻ്റെ സുഹൃത്തായിരുന്നു എന്നവൻ പറയും. അപ്പോൾ ഡോക്ടർ കാമുകിയെ തള്ളും. അവൾ രക്തം തുപ്പി വീഴും. എന്നിട്ട് സാഞ്ചിയെ കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ ഡോക്ടറുടെ മകൾ സാഞ്ചിയെ മാറ്റി അവൾ അച്ഛനിൽ നിന്നും മരിക്കും. ആ ഡോക്ടർ കരഞ്ഞുകൊണ്ട് പറയും നീ വിഡ്ഢിയാവരുത്, നിനക്ക് വേണ്ടി ഞാൻ അവരെ കൊല്ലാം. അവൾ ഡോക്ടറുടെ കൈ പിടിച്ചിട്ട് പറയും ഇനി നിങ്ങൾ ആരെയും കൊല്ലരുത്, നിങ്ങൾ പ്രശസ്ത ഡോക്ടറായി കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് അവൾ മരിക്കും. അങ്ങനെ യുവപ്രഭുവിൻ്റെ അംഗരക്ഷക ഉണ്ടല്ലോ അത് വന്നിട്ട് ഡോക്ടറെ കൊല്ലും. സാഞ്ചി ചോദിക്കും നിങ്ങൾക്കൊരു ഹൃദയം പോരെ, നിങ്ങൾ എന്തിനാണ് 4 പേരെ കൊന്നത്. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്കുള്ള ഉത്തരം നരകത്തിലെ രാജാവിനോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഒരു വാതിൽ തുറക്കും. അപ്പോൾ ആ രഹസ്യമുറി ഇടിയാൻ തുടങ്ങും. സാഞ്ചി കാമുകിയെ വിളിക്കും എന്നോടൊപ്പം വാ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കാമുകി എണീറ്റ് അവളുടെ കൂടെ പോവും. അങ്ങനെ ആ സ്റ്റെപ്പിലെത്തുമ്പോൾ കാമുകി സാഞ്ചിയെ തള്ളും. എന്നിട്ട് അവിടേക്ക് തന്നെ കാമുകി തിരിച്ചു പോവും. ആ മുറി കല്ലുകൾ വീണ് നശിക്കും, രഹസ്യമുറി. അങ്ങനെ അവർ എല്ലാവരും ഓടിപ്പോവും. അപ്പോൾ സാഞ്ചി ഇങ്ങനെ വീഴാൻ പോവും. അപ്പോൾ യുവപ്രഭു സാഞ്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് സാഞ്ചിയെ എടുത്ത് കൊണ്ടുപോവും. ഇതോടുകൂടി എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ.